ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് പോകുന്നത് തൃപ്പൂണിത്തറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലേക്കാണ്. രാത്രി ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ ചില കാഴ്ചകൾ. ഒരു വഴി യാത്ര പോയി തിരികെ വരുമ്പോഴാണ് ഈ ക്ഷേത്രത്തെ ഒന്ന് ചുറ്റിക്കണ്ട് പോന്നേക്കാമെന്ന് തീരുമാനിക്കുന്നത്. ക്ഷേത്ര നടയ്ക്കൽ വലിയ തിരക്കൊന്നുമില്ല. എന്നാലും ക്ഷേത്രത്തിൻ്റെ കവാടം അല്പം തിരക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. ക്ഷേത്രം പകൽ കാഴ്ചയിൽ കാണണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സന്ദർഭവശാൽ രാത്രിയിൽ തൃപ്പൂണിത്തറയിൽ ഒന്നിറങ്ങേണ്ടി വന്നതുകൊണ്ട് എന്നാൽ ക്ഷേത്ര കവാടവും ക്ഷേത്രവും ഒന്ന് കണ്ടേക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തി. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു മഹാവിളക്കുണ്ട്. ആ വിളക്കിനെ അടിമുടി ഞാനൊന്ന് വീക്ഷിക്കുകയാണ്. തന്നെയുമല്ല, ഓണമൊക്കെ വന്നു തുടങ്ങിയതിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ തൃപ്പൂണിത്തറയിൽ കണ്ടു തുടങ്ങി. അത്തം വരാൻ ഇനി അധിക ദിവസങ്ങളില്ല. അത്താഘോഷത്തിൻ്റെയും മറ്റും ചിട്ടവട്ടങ്ങളൊക്കെ തൃപ്പൂണിത്തറ ഭാഗത്ത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എന്തായാലും ഇപ്രാവശ്യം അത്താഘോഷം വിശദമായി തന്നെ ഒന്ന് കാണുവാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തറയും നഗരപ്രദേശങ്ങളുമൊക്കെ ഇനി അങ്ങോട്ട് ഉത്സവ നാളുകളുടെ പ്രതീതികളാണ്. അത്താഘോഷം കഴിഞ്ഞാൽ തന്നെ പിന്നീട് അങ്ങോട്ട് ഉത്സവങ്ങളുടെ കാലമാണല്ലോ. ചിങ്ങമാസം മലയാളികളുടെ, പ്രത്യേകിച്ചും കേരളക്കരയുടെ വല്ലാത്തൊരു കാലഘട്ടമാണ് ചിങ്ങം. അവിടെ മുതൽ പിന്നെ പുതിയൊരു സംസ്കാരം പിറക്കുകയാണല്ലോ. ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് അത്തം 2024 എന്നുള്ള മേള തന്നെ തൃപ്പൂണിത്തറയിൽ ആരംഭിച്ചു കഴിഞ്ഞു തൃപ്പൂണിത്തറ നഗരസഭ. മേളയിലൊക്കെ നല്ല തിരക്കുണ്ട്. മേളയ്ക്ക് പുറത്താണെങ്കിൽ വയനാട് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മൈക്ക് ആൻഡ് ലൈറ്റ് സൗണ്ട് അസോസിയേഷനൊക്കെ ഗാനമേള തന്നെ ഒരുക്കിയിരിക്കുകയാണ്. പുസ്തകശാലകളും ഈ ഓണ കുടുംബശ്രീ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വെറുതെ ഒരു ചുറ്റുവട്ട കാഴ്ചകൾ. അങ്ങനെ ഞാൻ തൃപ്പൂണിത്തറയുടെ രാത്രികാല കാഴ്ചകൾ അങ്ങനെ ഒന്ന് ചുറ്റി നടന്ന് കാണുകയാണ്. പൂർണ്ണത്രയീശ ക്ഷേത്രം വിശദമായി കാണുവാൻ രാത്രി ആയതുകൊണ്ട് എനിക്ക് സാധിച്ചില്ല. എന്നാലും തൃപ്പൂണിത്തറയുടെ നഗരക്കാഴ്ചകൾ രാത്രിയും അതിമനോഹരമാണ് എന്ന് പറയുവാനും വേണ്ടിയാണ് ഞാൻ ഇത്തരമൊരു ചെറിയ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പുസ്തകങ്ങൾ ഒരുപാട് ഇഷ്ടമായ എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, കുടുംബശ്രീ അതിൻ്റെ തനി നാടൻ ശൈലിയിൽ വൻ പുരോഗതിയാണ് കുടുംബശ്രീ കൈവരിച്ചിരിക്കുന്നത് എന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ഓണത്തെ വരവേൽക്കാൻ തൃപ്പൂണിത്തറ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റെല്ലായിടത്തും അതിൻ്റെ അലയൊലികൾ നിർബാധം തുടരുകയാണ്. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഒരു കൊച്ചു വീഡിയോയിലൂടെ എന്നെ കണ്ട നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.